നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ അഞ്ജന ബാലഗോപാൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസാണ്. ആ കുട്ടിക്ക് 31 വയസ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. രോഹിണിയാണ് ആ കുട്ടിയുടെ നക്ഷത്രം. അപ്പോൾ അരദോഷം തൊട്ട് ഒരു ദോഷം വരെ ജാതകത്തിൽ പറയുന്നുണ്ട് ദോഷം കാര്യങ്ങൾ. ഓറോസ്കോപ്പ് അവർക്ക് മാൻഡേറ്ററി ആണ്, അവർക്ക് നോക്കണം. ആ കുട്ടി പഠിച്ചിരിക്കുന്നത് MBA അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്നാണ് MBA പാസ്സായിരിക്കുന്നത്. BTech എടുത്തിരിക്കുന്നത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജയ്പൂരിൽ നിന്നാണ് BTech പാസ്സായിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ അക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അറൗണ്ട് 20 ലക്ഷം രൂപയുടെ അടുത്ത് ശമ്പളമുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടിയെപ്പറ്റി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഹൈറ്റ് വന്നിട്ട് 5'1", വെയ്റ്റ് വന്നിട്ട് 42 kg ആണ് കാട്ടിയിരിക്കുന്നത്. പാലക്കാട് വാടാനംകുറിശി, ഷൊർണൂർ, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വാടാനംകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു പ്രശസ്തമായ കമ്പനിയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് റിട്ടയർ ആയിട്ട് വന്നിരിക്കുകയാണ്. അമ്മ വന്നിട്ട് ടീച്ചറായിരുന്നു, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു. ഇപ്പോൾ VRS എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു യങ്ങർ സിസ്റ്ററുണ്ട്. ആ കുട്ടി MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. താല്പര്യമുള്ള രക്ഷിതാക്കൾ, അതായത് താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ 31 വയസ്സാണ് പെൺകുട്ടിക്ക്. അപ്പോൾ ആ ഏജ് ഡിഫറൻസിലുള്ള ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരുന്നതാണ്. വള്ളുവനാട് മാട്രിമോണിയൽ എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിലുകളെല്ലാം നമ്മൾ കൊടുക്കും. രജിസ്ട്രേഷൻ ചാർജ് നമ്മളുടെ 600 രൂപയാണ്. 3 മാസത്തേക്കാണ് 600 രൂപ. നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ദെൻ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ 1000 രൂപ, വാട്സാപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ 600 രൂപ. രണ്ടിൻ്റെ വാലിഡിറ്റി 3 മാസത്തേക്കാണ്. അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക. കഴിയുന്നതും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പ്രൊഫൈലുകളെ പറ്റി സംസാരിക്കുന്ന സമയത്ത് കഴിയുന്നതും ജാതക വർത്തമാനം ഒഴിവാക്കിയാൽ അത്രയും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കുറേ തെറ്റുകൾ അതിൽ വരുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 വട്ടം ഒരു പണിക്കാരടുത്ത് പോയിട്ട് പൊരുത്തം നോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളൊരു ജ്യോതിഷ പണ്ഡിതനായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച അങ്ങനെയാണ്. അപ്പോൾ ഈ നമ്മളാരും ജ്യോതിഷ പണ്ഡിതന്മാരാവണ്ട. ജ്യോതിഷം അറിയെങ്കിൽ മാത്രം പണ്ഡിതന്മാരായാൽ മതി. ഇല്ലെങ്കിൽ പണിക്കർ പറഞ്ഞു എന്ന് പറഞ്ഞ് അത് കേട്ട് പഠിച്ച് എല്ലാ ആളുകളോടും അതിനെപ്പറ്റി വർത്തമാനം പറയുന്നത് കഴിയുന്നതും ചുരുക്കണം എന്ന് മാത്രമല്ല, ഒന്നും പറയാതിരുന്നാൽ അത്രയും നന്നായി. കാരണം എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ ഓറോസ്കോപ്പ് ചെക്ക് ചെയ്യും. പിന്നെ എന്തിനാണ് നമ്മളിത് എടുത്ത് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കഴിയുന്നത് അതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ കുറയ്ക്കുക. കഴിയാവുന്നത്ര കല്യാണം നടക്കാനായിട്ട് ഏജ് കൂടും തോറും നമ്മൾ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക. വളരെ കാര്യമായിട്ട് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ബ്രൈഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.